ഞാൻ ചോദിക്കട്ടെ, ഈ 5 സ്റ്റാർ ഹോട്ടലുകളുടെ കാലാണുള്ളത്. അന്നേരം നിങ്ങൾക്ക് പഴയ കാലത്തുള്ള ഭക്ഷണം മിസ് ചെയ്യാറുണ്ടോ? പഴയ കാലത്തെ ഭക്ഷണം ഇപ്പൊ ഇവിടെ എവിടെയും കിട്ടുന്നില്ല. മുഴുവൻ തപ്പിയാൽ ഇഷ്ടംമാതിരി ഹോട്ടലുണ്ട്. പക്ഷെ മനുഷ്യന് കഴിക്കാൻ ഒരു നാടൻ ചോറ് ഇവിടെ ഉച്ചക്ക് ആൾക്കാർ വന്ന് കെഞ്ചിയാണ്. ഇവിടെ എവിടെയില്ല. പെട്ടെന്ന് ഒരു ചായ ഏതോ കിട്ടണമെങ്കിൽ ഒരു നല്ല നാടൻ ഹോട്ടൽ വേണം. പുളിമാടിന് അത് അത്യാവശ്യമാണ്. ഇപ്പോൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകൾ കുറെ ഈ അടുത്ത് കുറേ ഉണ്ട്. അപ്പൊ നല്ല നാടൻ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ഉണ്ടാക്കാനുള്ളതായ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് കൂട്ടുന്നത് ഇപ്പം പറയാൻ കഴിയില്ല. എണ്ണമയമായിട്ട് ഭക്ഷണങ്ങളും അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണക്കാരന് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാവണം എന്ന് മാത്രമേ ഉള്ളൂ. ചിക്കനാകട്ടെ ബീഫാകട്ടെ ഇതിനൊക്കെ വ്യത്യസ്ത കോലത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കുഞ്ഞ് അതിനൊരു ഫുഡ് പേരിട്ട് അത് ആ ഫുഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു നാടൻ ഭക്ഷണം മറ്റേ നാട്ടിൽ കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഇതുമില്ല. ചായ അങ്ങനത്തെ ഒരു സാധനമില്ല. എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ ഇങ്ങനെ ആളുകൾ വല്ലാതെ കൂടി വരുന്നത് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അതെ, അത് ഭക്ഷണത്തിൽ അതിന് വലിയൊരു പങ്കുണ്ട്. ഭക്ഷണത്തിന്റെ രുചികളും എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പഴയ കാലമാണ് നല്ലത്. നാടൻ ഭക്ഷണം എന്നുള്ളത് തന്നെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും. ബ്രോസ്റ്റ് അൽഫാമൊക്കെ തിന്ന് മടുത്ത്. ഇവിടെ ഇപ്പോൾ നമ്മളെ ഈ ഏരിയയിൽ പൊതുവെ ഈ സദ്യ വളരെ ദുർലഭമാണ്. ഈ പ്രദേശം മൊത്തം ഫാസ്റ്റ് ഫുഡാണ്. നാടനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. താമസം വരുന്നത് ഏറ്റവും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇവിടെ വരാന്ന് പറഞ്ഞ് നമുക്ക് തന്നെ കാര്യമാണ്. ഞങ്ങൾ തന്നെ വിജയിപ്പിച്ചു. ഫെസിലിറ്റി നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ഇതൊക്കെ പ്രകൃതി അങ്ങനെയാണ്. നാടൻ വിഭവങ്ങളോട് കൂടുതൽ ഇഷ്ടം. അതുപോലെ നമ്മൾ നാട്ടിൽ തന്നെ നാടൻ വിഭവങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ പുതിയ ഒരു ഹോട്ടൽ എൻ്റെ സുഹൃത്തായ ഫയാസ് തുടങ്ങുന്നുണ്ട്. ഓലപ്പുര എന്ന് പറഞ്ഞ ഹോട്ടൽ തുടങ്ങുകയാണ്. നാടൻ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഹോട്ടൽ ഇവിടെ ഏതാനും ദിവസത്തിനുള്ളിൽ അത് പ്രവർത്തനം ആരംഭിക്കും. അത് ഏറെ സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത് അത് തുടങ്ങുന്നതിൽ. ഏതായാലും വമ്പിച്ച വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.